ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡീഫോൾട്ട് ട്രൈയിലെ ഔട്ട്ലൈനറിനെ കുറിച്ചിട്ടാണ്. അഥവാ ഡീഫോൾട്ട് ട്രൈയിലെ ഔട്ട്ലൈനർ കൂടെ ഇല്ലെങ്കിൽ വിൻഡോയിൽ പോയി ഡീഫോൾട്ട് ട്രൈയിൽ ഔട്ട്ലൈനറിൽ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഔട്ട്ലൈനറിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ കമ്പോണൻസ്, അതായത് ഇപ്പോൾ ഇവിടെ ഒരു കമ്പോണൻ്റാണ്. അപ്പോൾ ആ കമ്പോണൻറ്റിൻ്റെ കമ്പോണൻറ്റ് 1 മോഡൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണും. പിന്നെ ഗ്രൂപ്പായിട്ടുള്ള വല്ല ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണും. പിന്നെ വല്ല സെക്ഷൻ പ്ലെയിൻസ് അതുണ്ടെങ്കിലും കാണും. ഇത് മൂന്നാണ് നമ്മുടെ ഔട്ട്ലൈനറിൽ കാണുക. ഞാനിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ എടുത്തു, അതിനെ പുഷ് ചെയ്തു, അതിനെ ഗ്രൂപ്പാക്കി, മേക്ക് ഗ്രൂപ്പ്. അപ്പോൾ കണ്ട ഗ്രൂപ്പാക്കിയപ്പോൾ ഗ്രൂപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് കളറിൽ ഫുള്ളി സോളിഡ് കളറായിട്ട് കാണിച്ചേക്കുന്നതാണ് ഗ്രൂപ്പ്. കമ്പോണൻ്റ് ആയപ്പോൾ 4 റെക്റ്റാങ്കിൾ സ്മോൾ ബോക്സസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ബോക്സിന് ഞാൻ വീണ്ടും മൂവ് ടൂൾ യൂസ് ചെയ്ത് ഒരു കൺട്രോൾ നീക്കി ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ കണ്ട 2 എണ്ണം ഗ്രൂപ്പായി, ഒന്ന് ഇത് ഒന്ന് ഇത്. ഇനിയിപ്പോൾ ഈ ഗ്രൂപ്പ് എഡിറ്റ് ചെയ്യണമെങ്കിൽ സാധാരണ നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യും, അല്ലെങ്കിൽ ഗ്രൂപ്പ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഗ്രൂപ്പ് നിൽക്കും. അതിന് പകരം നമുക്ക് വേഗത്തിൽ ഗ്രൂപ്പ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഏതാണ് നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഗ്രൂപ്പിന് ഞാൻ നെയിം കൊടുക്കുകയാണ്. ഇപ്പോൾ നെയിം കൊടുക്കാൻ ആദ്യം സെലക്ട് ചെയ്തു, പിന്നെ ഒരു ക്ലിക്ക് കൂടിയും ചെയ്യുക, ബോക്സ് 1 എന്ന് കൊടുത്തു. ഈ ഗ്രൂപ്പിന് ബോക്സ് 2. അങ്ങനെ നമുക്ക് നെയിം അസൈൻ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ ഗ്രൂപ്പ് ഒറ്റയടിക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ബോക്സ് 1 ഡബിൾ ക്ലിക്ക് ചെയ്യുക, ബോക്സ് 2 ആണ് വേണമെങ്കിൽ ബോക്സ് 2 ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ 2 ബോക്സും കൂടിയിട്ട് മൂവ് ചെയ്തിട്ട് വീണ്ടും ഒരു കോപ്പി കൂടി ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ കണ്ട 4 എണ്ണം വന്നു. ബോക്സ് 1ഉം ബോക്സ് 2ഉം നമ്മൾ നെയിം കൊടുത്തതിനനുസരിച്ച് കണ്ട 2 ബോക്സ് 1 2 ബോക്സ് 2. ബോക്സ് 1 അതായത് ഒരു ബോക്സ് 1 ഇതായിരിക്കും കണ്ട. അപ്പോൾ അതിനനുസരിച്ച് കോപ്പി അതിനനുസരിച്ച്. അപ്പോൾ ഞാൻ ഈ 4 എണ്ണം കൂടി ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഒരു മേക്ക് ഗ്രൂപ്പ് കൊടുത്തു. ഇപ്പോൾ കണ്ട ആദ്യമൊരു മെയിൻ ഗ്രൂപ്പ്, അതായത് മെയിൻ ഗ്രൂപ്പ് നിൽക്കുക കണ്ട ഈ 4 എണ്ണം. ഇനി അതിൻ്റെ ഉള്ളിലുള്ള ഗ്രൂപ്പ് കിട്ടണമെങ്കിൽ ഗ്രൂപ്പ് 1 ബോക്സ് 1 കൊടുത്തു. ഇനി ബോക്സ് 2 കിട്ടണമെങ്കിൽ ബോക്സ് 2 കൊടുത്തു. അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ കിട്ടാനാണ് ഗ്രൂപ്പ് ചെയ്തത്. ഈ 4 എണ്ണത്തിൻ്റെ കോപ്പി ഞാൻ വീണ്ടും ക്രിയേറ്റ് ചെയ്ത് വിചാരിക്കുക, എന്നിട്ട് ഇതിന് മൊത്തത്തിലൊരു വീണ്ടും ഗ്രൂപ്പാക്കി വിചാരിക്കുക. അപ്പോൾ കണ്ട ആദ്യമൊരു മെയിൻ ഗ്രൂപ്പ്, അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഗ്രൂപ്പ്, അതിൻ്റെ ഉള്ളിൽ വീണ്ടും ഗ്രൂപ്പ് കണ്ട. ഒരു ഗ്രൂപ്പ് ഇവിടെ, ഒരു ഗ്രൂപ്പ് ഇവിടെ. ഇപ്പോൾ ഈ ഗ്രൂപ്പ് നിൽക്കണമെങ്കിൽ ഈ ഗ്രൂപ്പ് കണ്ട, ഈ ഗ്രൂപ്പാണെങ്കിൽ ഈ ഗ്രൂപ്പ് കണ്ട. ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ 4 ബോക്സ് സെപ്പറേറ്റ് കിട്ടണമെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് വേഗത്തിൽ ക്ലിക്ക് ചെയ്യാനാണ്. അല്ലാണ്ട് നമുക്കിപ്പോൾ ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഗ്രൂപ്പ് ഓൺ ആക്കണം, എന്നിട്ട് ഈ ഗ്രൂപ്പ് ഓപ്പൺ ആക്കിയാലേ ഈ ബോക്സ് കിട്ടുള്ളൂ. പിന്നും ഗ്രൂപ്പ് ഓപ്പൺ ആക്കണം. അവിടെ 3 തവണ നമ്മൾ ഗ്രൂപ്പ് ഓപ്പൺ ആക്കണം. ഇനി അതിൽ നിന്ന് എക്സിറ്റ് ആവണമെങ്കിൽ ഒരു തവണ പുറത്ത് ക്ലിക്ക് ചെയ്തു, വീണ്ടും ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്തു, വീണ്ടും ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്തു. അതിന് പകരം നമുക്ക് ഒറ്റയടിക്ക് വല്ല ക്രിയേഷൻ്റെ സമയത്ത് ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് സെലക്ട് ചെയ്താൽ മതി ഏത് ബോക്സാണ് വേണ്ടത്. ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അതിനെ പുഷ് ചെയ്തു ഒരു സിലിണ്ടർ ആക്കി, അതിനെ കമ്പോണൻ്റ് ആക്കുകയാണ്. മേക്ക് കമ്പോണൻറ്റ് നെയിം കൊടുത്തു, ഡെഫിനേഷൻ കമ്പോണൻറ്റ് 1 ദെൻ ക്രിയേറ്റ്. അതിനെ ഞാൻ മൂവ് ചെയ്തിട്ട് ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ കണ്ട ഔട്ട്ലൈനറിൽ കമ്പോണൻറ്റ് 1, ഇത് കമ്പോണൻറ്റ് 1, ഇത് കമ്പോണൻറ്റ് 2. ഇത് രണ്ടിനും വീണ്ടും നേരത്തെ പോലെ തന്നെ വീണ്ടും കോപ്പി ചെയ്യുകയാണെങ്കിൽ മേക്ക് കമ്പോണൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതൊരു മെയിൻ കമ്പോണൻറ്റ്, അതായത് മെയിൻ കമ്പോണൻറ്റ് ഇത്, അതിൻ്റെ ഉള്ളിലത്തെ കമ്പോണൻറ്റ് ഇത് രണ്ടും. അപ്പോൾ അതേപോലെ കമ്പോണൻസും നമുക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിപ്പോൾ ഒരു എണ്ണം എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരെണ്ണം എഡിറ്റ് ചെയ്താൽ മതി. ഇത് നോക്കിയിട്ട് ഇതിൽ എഡിറ്റ് ചെയ്താൽ ഇതിലും വ്യത്യാസം വരും, കാരണം കമ്പോണൻറ്റ് ഒരെണ്ണത്തിൽ എഡിറ്റ് ചെയ്താൽ അതിൻ്റെ കോപ്പിയിലും വ്യത്യാസം വരും. അപ്പോൾ കമ്പോണൻറ്റ് ഇതേപോലെ നമുക്ക് ഗ്രൂപ്പാക്കി വെക്കാൻ പറ്റും. അതാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. കമ്പോണൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 4 ചെറിയ റെക്റ്റാങ്കിൾ പീസ് കണ്ട ബോക്സ്, അതാണ് കമ്പോണൻറ്റ്. ഗ്രൂപ്പാണെങ്കിൽ ചെറിയ സോൾഡ് ബോക്സ്. ഞാനൊരു സെക്ഷൻ പ്ലെയിൻ എടുക്കുകയാണ്. സെക്ഷൻ പ്ലെയിൻ എടുത്തിട്ട് ഇപ്പോൾ റെഡ് ആക്സിസിൽ ഒരെണ്ണം ക്രിയേറ്റ് ആക്കി വിചാരിക്കുക കണ്ട. അപ്പോൾ സെക്ഷൻ പ്ലെയിനും കാണിക്കുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ പ്ലെയിനും നമ്മുടെ ഔട്ട്ലൈനറിൽ കാണിക്കും. ഞാനത് സെക്ഷൻ പ്ലെയിൻ ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ചെയ്യുക, ഞാനത് മൂവ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വേണമെങ്കിൽ മൂവ് ചെയ്ത് വയ്ക്കുക, ഇനി ആവശ്യം വന്നതാണെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി വെക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിലിപ്പോൾ വല്ലതും നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ബോക്സ് പറഞ്ഞിട്ട് വല്ലതും നെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ സെർച്ച് ചെയ്യാൻ പറ്റും. ബോക്സ് കൊണ്ട് സെർച്ച് ചെയ്തപ്പോൾ നമുക്കിപ്പോൾ കാണാനില്ല, എൻ്റർ അടിച്ചു, കാണാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് എക്സ്പെൻഡ് ചെയ്യാത്തതുകൊണ്ടാണ്. എക്സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഡീറ്റെയിൽസിൽ നമ്മൾ എക്സ്പെൻഡ് ഓൾ കൊടുത്താൽ കണ്ട റെഡ് ലൈൻസിൽ റെഡ് കളറിൽ നമുക്ക് കാണിക്കും സെർച്ച് ചെയ്ത് എന്തൊക്കെയാണ്. ബോക്സ് 1 നെയിമുകൾ മൊത്തം കാണിക്കും. ഇനി നമുക്ക്
കൊളാപ്സ് ചെയ്യണമെങ്കിൽ കൊളാപ്സ് ഓൾ കൊടുക്കുക. പിന്നെ സോർട്ട് ബൈ നെയിം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സോർട്ട് ബൈ നെയിം വെച്ച് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സോർട്ട് ബൈ നെയിം കൊടുക്കാൻ പറ്റും. നമുക്ക് എക്സ്പെൻഡ് ഓൾ കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് മൊത്തം കാണിക്കും. അതായത് നമ്മുടെ ഔട്ട്ലൈനറിൽ ഗ്രൂപ്പായിട്ട് വല്ലതും ക്രിയേറ്റ് ചെയ്തതിൻ്റെ കാണിക്കും. അതേപോലെ കമ്പോണൻറ്റ് കാണിക്കും. ഗ്രൂപ്പ് കമ്പോണൻറ്റ് ഇതിപ്പോൾ സെർച്ച് ചെയ്തത് കളയാണ് കണ്ട. അതായത് നമ്മുടെ ഔട്ട്ലൈനറിൽ ഗ്രൂപ്പ് കാണിക്കും, കമ്പോണൻറ്റ് കാണിക്കും, സെക്ഷൻസ് കാണിക്കും. ഇത് മൂന്നാണ് കാണിക്കുക. ഇപ്പോൾ നമുക്ക് വേഗത്തിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതിലേതെങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ യൂസ്. നമുക്കത് സെർച്ച് ചെയ്യണമെങ്കിൽ ഫിൽറ്റർ യൂസ് ചെയ്യാം. എക്സ്പെൻഡ് ചെയ്യണമെങ്കിൽ എക്സ്പെൻഡ്, കൊളാപ്സ്, സോർട്ട് ബൈ നെയിം എല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്.